അറിവും വിവേകവും ഒന്നിക്കുന്ന ഈ ഒരു അരങ്ങിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. RG Media 360 presents YXOയുടെ ഒരു ബ്രാൻഡ് ന്യൂ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ലോകം മുഴുവൻ ഇതാ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഒരു ആരവത്തിൽ ഇങ്ങനെ മുഴുകിയിരിക്കുകയാണ് അല്ലേ. ക്രിസ്മസ് ടൈമാണ്. ഒരുപാട് പേർക്ക് നമുക്കറിയാം വൈനും കേക്കും ഒക്കെ ആയിട്ട് മൊത്തത്തിൽ നമുക്കൊരു എന്താ പറയുക, ഒരു ക്രിസ്മസ് ഓറയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ ഈ ഒരു വേദിയിലും അതിൻ്റെ ഒരു ആവേശം നിറയ്ക്കാനായിട്ട് രണ്ട് ജനറേഷനിൽപ്പെട്ട ഞങ്ങളുടെ കുട്ടികളായാലും ഞങ്ങളുടെ മുതിർന്നവരായാലും ദേ വരാനായിട്ട് ഇരിക്കുകയാണ്. ഇനി ഒട്ടും തന്നെ ടൈം എടുക്കുന്നില്ല. ലെറ്റ്സ് ഇൻവൈറ്റ് ദ ടീം. ഓ വളരെ എനർജിയിൽ തന്നെ നമ്മുടെ ടീം ഓയുടെ ആൾക്കാർ എത്തിയിരിക്കുകയാണ്. ഈ ഓ എന്ന് പറയുന്ന നമ്മുടെ ഓൾഡർ ജനറേഷൻ ആണെന്നൊരു പറച്ചിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. മനസ്സുകൊണ്ട് ശരീരം കൊണ്ടും പുതുതലമുറയ്ക്കൊപ്പം ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന 3 പേരെയാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന. ഇനി ഇവരുമായിട്ട് ഇന്ന് മത്സരിക്കാൻ എത്തുന്ന നമ്മുടെ ദ വൈ ടീമിലെ ആൾക്കാരെ കൂടി നമുക്കൊന്ന് കണ്ടാലോ. റെഡി? ദ ടീം വൈ. നമ്മുടെ വൈ ടീമും എത്തി, ഓ ടീമും എത്തി. എനിക്ക് തോന്നുന്നു ഇന്ന് നമുക്ക് വൈ ടീമിൽ നിന്ന് തന്നെ തുടങ്ങി നോക്കാമല്ലേ. ആരൊക്കെയാണ് ഇവരെന്നൊന്ന് നമുക്കൊന്ന് അറിഞ്ഞു നോക്കിയാലോ. ചേച്ചി ഓൾ സെറ്റ്? അതെ, ഓക്കെ. അപ്പോൾ ദേ നമ്മുടെ മോനിൽ നിന്ന് തുടങ്ങാൻ പോവാണ്. പറഞ്ഞോളൂ. ഹായ്, എൻ്റെ പേര് സാവനാണ്. ഞാൻ ഓക്കെ. സാവൻ എന്ന പേരിന്റെ അർത്ഥം എന്താണ്? മൺസൂൺ എന്നാണ്. മൺസൂൺ എന്നാണ്. ഓക്കെ. ഏത് ക്ലാസ്സിലാണ്, എവിടെ നിന്നാണ്, വീട്ടിലാരൊക്കെയുണ്ട്? ഞാൻ സർവോദയയിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ഉള്ളൂരാണ് താമസിക്കുന്നത്. എൻ്റെ വീട്ടിൽ അച്ഛനമ്മയും ഞാനും. ഓക്കെ. അച്ഛനും അമ്മയും മോനും മാത്രമാണ് ഉള്ളത്. എന്താകണം എന്നാണ് ആഗ്രഹിക്കുന്നത് വലുതാവുമ്പോ? ഞാനൊരു സയന്റിസ്റ്റ് ആവണം എന്നാണ്. സയന്റിസ്റ്റ്? എന്തുകൊണ്ട് സയന്റിസ്റ്റ് ആണ്? കാരണം ഡോക്ടറുണ്ട്, എഞ്ചിനീയർ ഒന്നും അതൊന്നും ആവണ്ട, എനിക്ക് സയന്റിസ്റ്റ് ആയാൽ മതി എന്ന് തോന്നുന്നത് എന്താ? എനിക്ക് സ്പേസുമായിട്ട് ഭയങ്കര ഫാസിനേറ്റഡ് ആയിരുന്നു. അപ്പോൾ എനിക്ക് സയന്റിസ്റ്റ് അങ്ങനെ ആരെങ്കിലും ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടോ? ആരാണ് ഏറ്റവും ഇൻസ്പയർ ചെയ്ത ആള്? എന്നെ അബ്ദുൽ കലാം ആണ്. അബ്ദുൽ കലാം. ഒരുപാട് കുഞ്ഞുങ്ങളൊന്നും ഇവിടെ അബ്ദുൽ കലാം സാറിന്റെ പേര് പറയുന്നുണ്ടായിരുന്നു. APJ അബ്ദുൽ കലാം അല്ലേ? ഓക്കെ. അദ്ദേഹത്തിന്റെ ആത്മകഥ ഏതെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഞാൻ വിങ്സ് ഓഫ് ഫയർ വായിച്ചിട്ടുണ്ട്. വിങ്സ് ഓഫ് ഫയർ വായിച്ചിട്ടുണ്ട്. വെരി ഗുഡ്. വായനാശീലമുള്ള ആളാണെന്ന് തോന്നുന്നു. ആണ്, എൻ്റെ ഹോബിയാണ് അത്. വായന ഹോബിയാണ്. ഇന്നത്തെ കാലത്ത് കുട്ടികൾ നമുക്ക് അധികം കേൾക്കാറില്ല വായന ഹോബിയാണെന്നുള്ളത്. പക്ഷെ വെരി ഗുഡ്. ഏതൊക്കെ ബുക്കുകൾ, എങ്ങനെ, ഏത് തരമാണ് വായിക്കാൻ ഇഷ്ടം മോന്? എനിക്ക് കൂടുതലും നോൺ ഫിക്ഷൻ, സയൻസ്, അങ്ങനത്തെ ടൈപ്പൊക്കെ. നോൺ ഫിക്ഷൻ, സയൻസ് ഒക്കെയാണ്. അതാണ്. എൻസൈക്ലോപീഡിയ ഒക്കെ വായിച്ചിട്ടുണ്ടോ? എൻസൈക്ലോപീഡിയ ഒക്കെ വായിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ സയൻസിനോട്, സ്പേസിനോടാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. സയന്റിസ്റ്റ് ആകണം. വെരി ഗുഡ്. മുകളിലേക്ക് വരുമ്പോൾ എൻ്റെ പേര് അഫ്ഷീന സാസിഫ് എന്നാണ്. ഓക്കെ. ദ സ്കൂൾ ഓഫ് ദ ഗുഡ് ഷെപ്പേർഡിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 10ാം ക്ലാസ് എങ്ങനെയുണ്ട്? അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല. എന്തുകൊണ്ട് അത്ര നല്ലതായിട്ട് തോന്നാത്ത മോൾക്ക്? ഒത്തിരി പഠിക്കാനുണ്ട്. ഒത്തിരി പഠിക്കാം. അപ്പം നീ +1 +2 എത്തുമ്പം വല്ലയും 10 ഒന്നുമല്ല, 10 നിസ്സാരമായിട്ട് തോന്നിപ്പോവും നമുക്ക് +1 +2 എത്തുമ്പോഴത്തേക്കും. എന്താകണം എന്നാണ് ആഗ്രഹിക്കുന്നത് മോള്? IFS ഓഫീസർ. IFS ആകണം എന്നാണ്. ഓക്കെ. എന്നിട്ട് വേറെ എന്താണ്? വീട്ടിലാരൊക്കെ ഉള്ളത്? വീട്ടിൽ അമ്മ, അമ്മുമ്മ, അപ്പൂപ്പൻ, അനിയത്തി. അനിയത്തി. ഓക്കെ. അനിയത്തിയുടെ പേര്? അഫ്ഷാന സാസിഫ്. എത്ര പ്രായമുണ്ട് ആൾക്ക്? ഇപ്പോൾ UKG പഠിക്കുന്നു. 5 വയസ്സ്. 5 വയസ്സേ ഉള്ളൂ. എങ്ങനെയുണ്ട്? 5 വയസ്സിന്റെ വ്യത്യാസമുണ്ട് നിങ്ങൾ തമ്മിൽ? 10 വർഷത്തിന്റെ. 10 വയസ്സിന്റെ. ഓ, ഇപ്പോൾ UKGയിലാണ് പഠിക്കുന്നത്. 5ാം ക്ലാസ്സിലെ UKG. 10 വയസ്സിന്റെ വ്യത്യാസം. അപ്പം എങ്ങനെയാണ്? ചേച്ചിയോട് ഭയങ്കര സ്നേഹമാണോ മോൾക്ക്? ഭയങ്കര സ്നേഹമാണ്. ഭയങ്കര സ്നേഹമാണ്. നമ്മളൊരു ഏജ് ഗ്യാപ്പ് കൂടുന്തോറും ഒരു മാതൃത്വം ഇങ്ങനെ കൂടി വരും. ഈ ഭയങ്കര അടുത്ത് നിൽക്കുമ്പോഴാണ് ഈ അടിപിടിയൊക്കെ വരുന്നത്, ഏജ് തമ്മിൽ വ്യത്യാസം ഇല്ലാതെ വരുമ്പോൾ. അടി കൂടും, എന്നാലും സ്നേഹമാണ്. ഓക്കെ. ഇനി ഈ മിടുക്കിയിലേക്ക് വരുമ്പോൾ, ഹായ് മീര ചേച്ചി. ഹായ്. എന്നോട് ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് ഒരാൾ ഇങ്ങോട്ട് എൻ്റെ പേര് വിളിച്ച് ഹായ് ചേച്ചി. ഓക്കെ. എന്നിട്ട് പറയ്. ചേച്ചിക്ക് സുഖാണോ? എനിക്ക് സുഖാണ്. മോൾക്കോ? എനിക്കും സുഖാണ്. ഓക്കെ. എന്നിട്ട് എന്തുണ്ട് വിശേഷങ്ങൾ? ആരാണ് ഈ മിടുക്കി കുട്ടി? പറഞ്ഞേ. എൻ്റെ പേര് വരദ എന്നാണ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ മലയം എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. GHSS വിളവൂർക്കൽ സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എനിക്ക് വായിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ ഒരു വർഷത്തിനിടെ 500ഓളം പുസ്തകങ്ങൾ വായിച്ച് ആ പുസ്തകങ്ങളുടെ ആസ്വാദന കുറിപ്പുകൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ. ഏറ്റവും ഇഷ്ടപ്പെട്ട റൈറ്റർ ആരാണ്? എഴുത്തുകാരൻ ആരാണ്? P നരേന്ദ്രനാഥ്. ഇപ്പോൾ എനിക്ക് അഖിൽ P ധർമ്മജനാണ്.
അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി, ഓജോ ബോർഡ്. ഓജോ ബോർഡൊക്കെ എഴുതി. ആഹാ, അപ്പോൾ വായിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കരുതി നമ്മളോട് കൂടി ആ വംശം അവസാനിച്ചു എന്ന് വിചാരിച്ചാണ്. പക്ഷെ അല്ല, ഇന്നത്തെ തലമുറയിലുണ്ട്. വേറെ എന്താണ്, ആരാകണം എന്നാണ് ആഗ്രഹിക്കുന്നത്? എനിക്ക് ടീച്ചർ ആവണമെന്ന് ആഗ്രഹമുണ്ട്, ഒരു എഴുത്തുകാരി ആവണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പൊ ഞാനൊരു എഴുത്തുകാരിയാണ്. ഊഞ്ഞാലുകുട്ടിയുടെ ഉമ്മിണി കാര്യങ്ങൾ എന്ന പുസ്തകം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറാണ് പ്രകാശനം ചെയ്തത്. വാവ്, അടിപൊളി. അതിൽ ഏതാനും കുറച്ച് വരികൾ എനിക്ക് ചേച്ചിക്ക് വേണ്ടി ഒന്ന് ഊരിയിട്ട് തരാമോ, വെറുതെ എങ്കിലും? ഞാൻ അതിൻ്റെ ഒരു ഉള്ളടക്കം വേണമെങ്കിൽ പറയാം. ഓക്കെ. പണ്ട് കാലത്തെ ഒരു അവധിക്കാലം എങ്ങനെയായിരുന്നു എന്നാണ് ഞാൻ എൻ്റെ ഒരു പുസ്തകത്തിലൂടെ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. എൻ്റെ അവധിക്കാലം എങ്ങനെയാണെന്ന്. എനിക്ക് ഊഞ്ഞാലാടാൻ നല്ല ഇഷ്ടമാണ്. എനിക്ക് സിബിലിങ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കുകയും എഴുതുകയും ഊഞ്ഞാലാടുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ വേനൽ അവധിക്ക് ഞാൻ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഊഞ്ഞാലാടി ആടി ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകുന്നതാണ്, എൻ്റെ നാട്ടിലുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നതാണ് ഈ കഥ. കൺസെപ്റ്റ് വെരി നൈസ്, വെരി നൈസ്. കാരണം ഇന്നൊക്കെ അധികം ഇങ്ങനെ ഊഞ്ഞാലാടാനായിട്ടുള്ള അവസരങ്ങൾ നിങ്ങൾക്കുണ്ടോ? ഊഞ്ഞാലൊക്കെ ഇടാറുണ്ടോ ഇപ്പൊ ഓണത്തിനൊക്കെ? ഇടാറുണ്ട്. ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു. ഊഞ്ഞാലാട്ട പരിപാടികളെ ഇല്ല. ഊഞ്ഞാലിൽ നിന്നൊക്കെ എത്രയോ തവണ വന്ന് വീണ് അല്ലേ അല്ലേ ചേച്ചി? എങ്ങനെ ഓർത്തെടുക്കുന്നു ആ ഒരു കാലം? ഇവിടെ നിന്ന് നമുക്ക് ഇവരെയും കൂടെ നമുക്കൊന്ന് പരിചയപ്പെട്ടിട്ട് വന്നാലോ? ഓക്കെ, ചേച്ചി തുടങ്ങുമ്പോൾ. എൻ്റെ പേര് സജികുമാരി എന്നാണ്. ഞാൻ ട്രിവാൻഡ്രം ജില്ലയിലെ ഉദ്യാൻകുളങ്ങര എന്ന് പറയുന്നത്, ഏറ്റിങ്കര വില്ലേജ് ഉദ്യാൻകുളങ്ങര എന്ന് പറയുന്ന ചേച്ചി ചെയ്തോണ്ടിരുന്നത്. ഞാൻ ഫാർമസിസ്റ്റ് ആണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന മെഡിസിൻ ഇപ്പോഴും പാരസെറ്റമോൾ തന്നെയാണോ ചേച്ചി? പാരസെറ്റമോൾ, ഡോളോ ഇഷ്ടംപോലെ കഴിക്കാല്ലേ. കോവിഡ് സമയത്തൊക്കെ ഇഷ്ടംപോലെ ഡോളോ കഴിച്ചിട്ടൊക്കെ അല്ലേ ആൾക്കാർ നിന്നത്. പിന്നെ 2 കുട്ടികളുണ്ട്, മോനും മോളുമാണ്. സന്തോഷമായിട്ട് പോകുന്നു. ഓക്കെ, ചേട്ടനിലേക്ക് വരുമ്പോൾ. എൻ്റെ പേര് കെ സുരേഷ് കുമാർ എന്നാണ്. ഞാൻ ഉദ്യോഗങ്ങളൂർ തന്നെയാണ് സ്വദേശം. പിന്നെ ഫാർമ ഫീൽഡിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇവിടെയുള്ള ഈ മക്കളോട് എന്താണ് സാറിന് ഇപ്പൊ പറയാനുള്ളത്? കാരണം ഇവര് കുറച്ചുകൂടെ ഇന്നത്തെ ടെക്നോളജിയുമായിട്ട് വളരെ യൂസ്ഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. തീർച്ചയായിട്ടും 3 പേരും മിടുക്കരാണ്. തീർച്ചയായിട്ടും. ചെറിയൊരു ഇത് തോന്നുന്നുണ്ടോ സാറേ? ഒരു ഉൾഭയം തോന്നുന്നുണ്ടോ? ഇവരുമായിട്ടാണ് നമ്മൾ ഇന്ന് മത്സരിക്കാൻ? ചിലപ്പോൾ തോറ്റു പോകുന്നൊരു ഭയമുണ്ട്. അവരുടെ കൂടെ തോറ്റാ മോശമല്ലേ ഇത്? തീർച്ചയായിട്ടും ജയിക്കാൻ ശ്രമിക്കാം. അതാണ്, തോറ്റു പോകുന്ന ഭയക്കുന്നവരുണ്ടെന്ന് സാറ് വളരെ ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞു. തീർച്ചയായിട്ടും. സാറിലേക്ക് വരുമ്പോൾ. എൻ്റെ പേര് സേവിയർ. തിരുവനന്തപുരം ജില്ലയിൽ പുഴിയൂർ ദേശത്താണ് എൻ്റെ ജന്മനാട്. ഞാൻ ബേസിക്കലി പ്രൊഫഷണലി ഞാൻ ഫിഷറീസ് സയൻസ് ഗ്രാജുവേറ്റാണ്. ഞാൻ ഇന്ത്യയിലും വിദേശത്തുമായിട്ട് ഫിഷറീസ് എക്സ്പോർട്ട് കമ്പനികളിലുള്ള ക്വാളിറ്റി കൺട്രോളറായിട്ട് വർക്ക് ചെയ്തു. ഇപ്പോൾ 2008 മുതൽ ഞാൻ വീണ്ടും ദുബായിൽ തന്നെയുള്ള കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞോ? എന്നെ ഒന്ന് നോക്കുവോ? നോക്കി. എന്താ എന്നെ നോക്കാത്തേ? എന്നെ ഇഷ്ടമില്ല. ഞാൻ ഇത്രയും മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് ഞാൻ മേക്കപ്പില്ല. എന്നിട്ട് ചേട്ടൻ എന്നെ ഒരു തവണ പോലും നോക്കിയിട്ടില്ല. ഞാൻ പിള്ളേരെ നോക്കിയായിരുന്നു. ഭാര്യ വല്ലതും പറഞ്ഞിട്ടാണോ വിട്ടത്? ഇവിടെ പെൺപിള്ളേരൊക്കെ കാണും, ഒന്ന് നോക്കി നിൽക്കരുത് എന്നെല്ലാം പറഞ്ഞിരുന്നോ? അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഭാര്യയോട് പറഞ്ഞിട്ടാണോ ചേട്ടൻ വന്നത്? ഓക്കെ, എന്തെങ്കിലും പറഞ്ഞോ ചേച്ചി? പെൺപിള്ളേരെ തട്ടി കാരണം അങ്ങനെ ആരോ പഠിപ്പിച്ച് വിട്ടുമല്ലോ ചേട്ടൻ ഇങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ക്യാമറയിൽ എന്നെ ഡയറക്ടർ ചേട്ടൻ പറയായിരുന്നു ലുക്കേ കിട്ടിയിട്ടില്ല എന്ന്. എന്തോ എൻ്റെ ഒരു പഴയ എന്തോ വിരോധമുള്ള പോലെ എന്നുമായിട്ട്. ഒരു വിരോധമില്ല, ഞങ്ങൾ തമ്മിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ ഓക്കെ, അപ്പം 3 പേരെയും പരിചയപ്പെട്ടു. ഇനി ഇതേ മക്കളും ഇവരും തമ്മിലുള്ള യുദ്ധം നമ്മൾ തുടങ്ങാൻ പോവാണ്. ചേട്ടന് ടെൻഷൻ ഒന്നും ഇല്ലല്ലോ? എന്റെ മുഖത്തുനിന്ന് ചിലപ്പോ ഒന്ന് കണ്ണെടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞ പ്രകാരം ഇനി ഇങ്ങനെ എന്നെ നോക്കിക്കൊണ്ട് നിൽക്കണം എന്നില്ല. ചേച്ചിയുടെ ഇടി കിട്ടുമെങ്കിൽ ഒരു പ്രശ്നമില്ല. കാരണം ഞാനിപ്പം വന്ന് ദേ പോയി ഇതാ വന്നേ ഉള്ളൂ. ചേച്ചിയാണ് ഉള്ളത്, കുഴപ്പമില്ല, പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ ഇവര് തമ്മിലുള്ള ഒരു അംഗം ഞങ്ങളിവിടെ കുറിക്കാൻ ഒരുങ്ങാണ്. കുട്ടികൾ റെഡിയാണോ? ഓൾ സെറ്റ്. അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ റൗണ്ടിലേക്ക് കടക്കുന്നു. GK റൗണ്ട്. GK റൗണ്ടിൽ അറിയാലോ 10 ക്വസ്റ്റ്യൻസ് ചേച്ചിയുടെ കയ്യിലുണ്ട്. സാറേ ഇത്രയേ ഉള്ളൂ. 10 ക്വസ്റ്റ്യൻസ് ഞാൻ ആദ്യം ഇംഗ്ലീഷിൽ വായിക്കും, മലയാളത്തിലും വായിക്കും. മലയാളം പറഞ്ഞതിന് ശേഷം മാത്രമേ ബസർ പ്രസ് ചെയ്യാൻ പാടുള്ളൂ. ഓരോ ശരി ഉത്തരം ക്യാരി ചെയ്യുന്നത് 2 പോയിന്റ്സ് ആണ്. ഓക്കെ, റെഡിയാണോ? ആദ്യ ചോദ്യത്തിലേക്ക് ഞങ്ങൾ കടക്കാൻ പോകുന്നു. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് കൺട്രി വോൺ ദി ഫസ്റ്റ് എവർ ഫുട്ബോൾ വേൾഡ് കപ്പ്? ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് നേടിയ രാജ്യം. ദി ഓ ടീമാണ്. യെസ് സർ. ഉറുഗ്വേ.
ശരി ഉത്തരം. അറിയായിരുന്നോ മക്കൾക്ക്? അറിയായിരുന്നു, എന്നിട്ട് എന്റെ പ്രസ് ചെയ്തില്ല? ബസർ പ്രസ് ചെയ്ത സമയത്ത് കുറച്ച് ലേറ്റായി. കുറച്ച് ലേറ്റ്, അങ്ങനെ ലേറ്റ് ആവാൻ പാടില്ല. ഓക്കെ, കണ്ടില്ല, ഇവർ വിട്ടു തരൂലെന്നുള്ള വാശിയിലാണ് നിൽക്കുന്നത്. ഓക്കെ, ചേച്ചിയെ കണ്ടാൽ പാവമായിട്ട് തോന്നുമെങ്കിൽ അത്ര പാവമല്ല ചേച്ചി. ഓക്കെ, അപ്പം എന്തായാലും ഞങ്ങളുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. വിച്ച് ഓർഗൻസ് ഇൻ ദ ഹ്യൂമൻ ബോഡി പ്രൊഡ്യൂസസ് ഇൻസുലിൻ? മനുഷ്യ ശരീരത്തിലെ ഏത് അവയവങ്ങളാണ് ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്നത്? ഒരു ഫാർമസിസ്റ്റ് ഉണ്ട് ഒരു ഗ്രൂപ്പിൽ, അതുകൊണ്ട് ഈ കളി നടക്കില്ല. പറഞ്ഞു വെച്ചു ഉത്തരം. പാൻക്രിയാസ്. പാൻക്രിയാസ്, ശരി ഉത്തരം. അത് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാതെ വരുമ്പോഴാണ് നമ്മൾ ഇൻസുലിൻ ഇൻജെക്ഷൻ ആയിട്ട് എടുക്കുന്നത്, അല്ലേ ജി? ഓക്കെ, ഡയബറ്റിക് ആവുന്നത്. കറക്റ്റ്. മൂന്നാമത്തെ ചോദ്യം. വാട്ട് വാസ് ദി കേരളാസ് ഫസ്റ്റ് ഇ-ലിറ്ററസി പ്രോജക്ട് കോൾഡ്? കേരളത്തിലെ ആദ്യത്തെ ഈ സാക്ഷരതാ പദ്ധതിയുടെ പേര്? അക്ഷയ, ശരി ഉത്തരം. അക്ഷയ സെന്റർ എന്ന് കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടുണ്ട്. അക്ഷയ സെന്ററിൽ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. പോയി കാണണമല്ലോ. ആധാറൊക്കെ ഇല്ലേ എല്ലാവർക്കും? ആധാറൊക്കെ ഉണ്ട്. എന്തെങ്കിലും കാര്യത്തിൽ അച്ഛനും അമ്മ ഇന്ന് അക്ഷയയിൽ പോകണം എന്ന് വല്ലതും പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? പണ്ട് കേട്ടിട്ടുണ്ട്. പണ്ടെന്ന് പറയുമ്പോൾ എത്രാം വയസ്സിൽ? എനിക്കൊരു 5 വയസ്സുള്ളപ്പോൾ. എനിക്ക് 5 വയസ്സുള്ളപ്പോൾ. ഓക്കെ, ഇപ്പം വളർന്ന് വലിയ കുട്ടിയായിരിക്കുന്നു, അപ്പം അന്ന് കേട്ടതാണ്. അപ്പോൾ നാലാമത്തെ ചോദ്യമാണ്. ഹൂ റോട്ട് ദ ഫേമസ് നോവൽ ഒരു തെരുവിൻ്റെ കഥ? ഒരു തെരുവിൻ്റെ കഥ എന്ന പ്രശസ്തമായ നോവൽ എഴുതിയത് ആരാണ്? ഓ ടീമാണ്. എസ് കെ പൊറ്റക്കാട്, ശരി ഉത്തരം. എസ് കെ പൊറ്റക്കാടിന്റെ ഏതെങ്കിലുമൊക്കെ വേറെ ബുക്കുകൾ വായിച്ചിട്ടുണ്ടോ സാറേ? അധികം ഓർമ്മയില്ല മേഡം. അധികം ഓർമ്മയില്ല. ഫേമസ് ആണ് ഇത്. അപ്പൊ ഇതുവരെ ചോദിച്ച 4 ചോദ്യത്തിനും കറക്റ്റായിട്ട് ബസർ പ്രസ് ചെയ്ത് ആൻസർ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ടീം ഓയാണ്. വിട്ടുകൊടുക്കരുത്. ഇനി 6 ക്വസ്റ്റ്യൻസോളം ഉണ്ട്. ഇനി 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്, സമയമുണ്ട് നമുക്ക്. ഓക്കെ, കറക്റ്റായിട്ട് കേട്ടോണം. വിച്ച് മെറ്റൽ ഹാസ് ദി ഹയസ്റ്റ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി? ഏറ്റവും ഉയർന്ന വൈദ്യുത ചാലക ഉള്ള ലോഹം ഏതാണ്? അപ്പോൾ വൈറ്റ് ടീമാണ് ബസർ പ്രസ് ചെയ്തിരിക്കുന്നത്. എന്താണ് സിൽവർ. സിൽവർ, വെള്ളി. കറക്റ്റ് ആണോ സാറേ? കറക്റ്റ് ആണ്. ഏറ്റവും ഉയർന്ന ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉള്ളത്, അല്ലേ? അത് സിൽവറിനാണ്. എങ്ങനെയാണ് അറിയുന്നത്? സ്കൂളിൽ പഠിച്ചതാണോ? അതെ, സ്കൂളിൽ പഠിക്കാനുണ്ട്. കെമിസ്ട്രിയിലുണ്ടായിരുന്നു. കെമിസ്ട്രിയിലുണ്ടായിരുന്നു. അങ്ങനെയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാണെന്നാ പറഞ്ഞേ? സോഷ്യൽ സയൻസ്. പക്ഷെ നമുക്ക് ബാക്കിയും പഠിക്കണമല്ലോ. ബാക്കി പഠിക്കാം. അങ്ങനെ നമ്മൾ പഠിച്ച് വന്നതാണ്. ഓക്കെ, അത് നമ്മുടെ കുട്ടികൾ ആദ്യത്തെ ഉത്തരം കറക്റ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. കറക്റ്റ് ആയിട്ട് അങ്ങനെ പ്രസ് ചെയ്തോണം കേട്ടോ. സാറ് പ്രസ്, പക്ഷെ 1 മില്ലി ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് അവർ പിടിച്ചു സാറേ. അതാ കഴിഞ്ഞ 4 എണ്ണം കിട്ടിയായിരുന്നു. കണ്ടോ, വിട്ടുകൊടുക്കാൻ നിൽക്കുന്നുണ്ടോ? ഞാനും പ്രസ് ചെയ്തതാണ്. എന്നെ അടിക്കാൻ വരിക. ഇവിടെ ദേ വഴക്ക് കേട്ടോ. കാരണം ബസർ സാറ് പ്രസ് ചെയ്തെന്നാ സാറ് പറയുന്നത്, പക്ഷെ പ്രസ് ചെയ്തു. പക്ഷെ സാറേ 2 ചോദ്യം ഉള്ളൂ അവർക്ക് കിട്ടിയിട്ടുള്ളൂ ഇതുവരെ. അതുപോലും വിട്ടുകൊടുക്കാൻ മടിയാ. ഓക്കെ, അപ്പൊ എന്തായാലും കണ്ടില്ലേ, അവരെ സ്പിരിറ്റ് കണ്ടില്ലേ, നമ്മൾ വിട്ടുകൊടുക്കുന്നില്ല. ദുബായ് കൊമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് രംഗത്തെ നിങ്ങളുടെ സ്വപ്ന നിക്ഷേപ സാക്ഷാത്കാരത്തിന് RG ഗ്രൂപ്പിനെ സമീപിക്കൂ. 6ാമത്തെ ചോദ്യം. Which state in India is known as the land of rising sun? ഉദയ സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം? ഓ ടീമാണ്. രാജസ്ഥാൻ. രാജസ്ഥാൻ, തെറ്റുത്തരം. തെറ്റുത്തരമാണ് രാജസ്ഥാൻ എന്നുള്ളത്. ഒന്ന് നമ്മൾ പാസ് ചെയ്യാൻ പോവുകയാണ്. പാസ് ചെയ്ത് അവർ ശരി ഉത്തരമാണെങ്കിൽ 1 പോയിന്റ് ഞങ്ങളില്ല. ഇനി സാറിനില്ല, ടീമിൽ ഒരാൾക്കേ ഉള്ളൂ ചാൻസ്. അങ്ങനെ എല്ലാവർക്കും ഒന്നും ഞങ്ങൾ അവസരം തരില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 1 പോയിന്റ് കിട്ടും ശരി ഉത്തരം ആണെങ്കിൽ. ഏതാണ്? അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശ്, ശരി ഉത്തരം. അരുണാചൽ പ്രദേശാണ്. സാറിന് എവിടെ പോയി? രാജസ്ഥാൻ എന്നാണ് ഓർമ്മ. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. 1 പോയിന്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അരുണാചൽ പ്രദേശ് കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അടുത്ത 7ാമത്തെ ചോദ്യമാണ്. വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഹാസ് ദി ലോവസ്റ്റ് റെയിൻഫോൾ? ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം? ടീം ഓയാണ് ബസർ പ്രസ് ചെയ്തിരിക്കുന്നത്. രാജസ്ഥാൻ. രാജസ്ഥാൻ, ശരി ഉത്തരം. അതിൽ രാജസ്ഥാനിൽ വീണു. രാജസ്ഥാനിൽ ആരോ ഉണ്ട്. സത്യം പറയട്ടെ, എന്താ രാജസ്ഥാൻ ബന്ധം? എന്റെ 2 കൂട്ടുകാരോട് ജോലി ചെയ്യുന്നുണ്ട്. പെൺകൂട്ടുകാരോ? ആൺകൂട്ടുകാർ? മെയിൽ. ഭയങ്കര ചിരി. അത് കേട്ട് ഭയങ്കര നാണം. അതെന്താ
ആ ചേട്ടനെ പെൺ കൂട്ടുകാരെന്നാ ഞാൻ ചോദിച്ചേ, കാമുകിമാരെന്നൊന്നും അല്ല. ഞാനങ്ങ് ചിരിച്ചതാണ്. പക്ഷെ ഭയങ്കര ചിരിയായി പോയി ഇത്. അതല്ല ഞാൻ ചോദിച്ചേ, പെൺ സുഹൃത്തുക്കളാണോ രാജസ്ഥാനിലുള്ള? ചേട്ടാ എന്നാത്തിന് രാജസ്ഥാൻ പറയുക ചാടിക്കേറി? സാധാരണ അങ്ങനെയാണോ മനസ്സിൽ രാജസ്ഥാൻ മാത്രമേ ഓർമ്മയുള്ളൂ. അതാണ് രാജസ്ഥാൻ രാജസ്ഥാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കൾ ചിലപ്പോൾ അത്തരത്തിലുള്ള ആരെങ്കിലും ആയിരിക്കാം. കാരണം അങ്ങനെയാണ് അതിനാണ് പറഞ്ഞു തരുന്നത്. ഞങ്ങളുടെ നാടാണ് സൂര്യന്റെ നാടും പിന്നെ ഏറ്റവും മഴ കുറഞ്ഞ നാടെന്ന് പറഞ്ഞു തന്നത്. അപ്പൊ അതാണ് ഞാൻ ആദ്യത്തെ ഉത്തരം തെറ്റി പറഞ്ഞത്. അതെന്നാ ചേട്ടന് പെൺ സുഹൃത്തുക്കളാകുന്നതിൽ തെറ്റുണ്ടോ? ഒന്ന് പറഞ്ഞേ. അങ്ങനെ വിചാരിച്ചിട്ട് ഞങ്ങൾ കാര്യമൊന്നുമില്ല. പെൺ സുഹൃത്തുക്കളില്ലേ? ഉണ്ട്. എവിടെയെല്ലാം വർക്ക് ചെയ്യണ അടുത്തൊക്കെ പെൺ സുഹൃത്തുക്കളില്ലേ? ഇഷ്ടം പോലെ. അതെനിക്ക് ഹാസ്യം തോന്നി. എന്നാലും എനിക്ക് തമാശയായിട്ട് തോന്നി. ഭയങ്കര ചിരി, കുടുങ്ങി ഒരു ചിരി. അല്ല, എന്റെ നാച്ചുറാണ് അത്. ആണ്. ഈ ചേട്ടൻ എത്ര പെൺ സുഹൃത്തുക്കളുണ്ടെന്ന് കണ്ടിട്ട്? അതെനിക്ക് അറിഞ്ഞൂടാ. ഒരുപാട് കാണും, ഞാൻ ശ്രദ്ധിക്കാറില്ല. കാണുന്നു ചേട്ടൻ. എന്നാലും നമ്മൾ പറയില്ലേ ഉണ്ണിയെ കണ്ടാൽ അറിയാം എന്ന് പറയുന്ന പോലെ ചേട്ടൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ പേരും. അതെങ്ങനെ കണ്ടുപിടിച്ച്? കണ്ടാൽ അറിയില്ലേ? ഹസ്ബൻഡാണ്. ഹസ്ബൻഡാണ്. ഹസ്ബൻഡ് വൈഫാണ് പേര്. എന്നിട്ടാണോ പറയാതെ നിൽക്കുന്നേ? ഞാൻ നോക്കുമ്പോ ചെരുവിരൽ കൊണ്ട് പോലും തൊടുന്നു പോലും ഇല്ല. എന്നിട്ട് മിണ്ടാതെ നിൽക്കുക രണ്ടുപേരും കൂടി. ഓ അതാണ്. ചേടാ ഇതൊന്നും പറയണ്ടേ? എന്റെ ചേട്ടനാണ്, എന്റെ ഭർത്താവാണ്. അല്ലാതെ ഞാനിത് വേറെ അപ്പുറത്തെ ഇപ്പുറത്തെ ഏതോ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് വന്ന് ഇവിടെ ഒന്ന് കണ്ടുമുട്ടിയതുപോലെ ഞാൻ നിൽക്കുക. ഞങ്ങൾ ചെങ്കൽ ഗ്രാമപഞ്ചായത്ത്. അതാണ്. അതൊക്കെ ഒരു വീട്ടിലാന്നല്ലോ നമ്മള്. അതെ അതെ അതെ, ഭർത്താവാണ്. അതൊന്ന് പറയണ്ടേ എന്നോട്? ഇത്ര സുന്ദരനായ ഒരു ഭർത്താവ്. അതാണ് പറഞ്ഞത്. ഒരുപാട് പെൺ സുഹൃത്തുക്കൾ കാണും. അത് എനിക്ക് എങ്ങനെ അറിയാനാന്ന്. ഒന്ന് കൊടുത്തതാ ചേട്ടനിട്ട്. വാട്സപ്പ് ഒക്കെ എടുത്ത് നോക്കാറുണ്ടോ ഇടയ്ക്കെങ്കിലും? ചിലപ്പോ നോക്കാറുണ്ട്. ചിലപ്പോ നോക്കാറുണ്ട്. പ്രശ്നങ്ങളൊന്നുമില്ല, അങ്ങനത്തെ കോംപ്ലക്സ് ഒന്നും എനിക്കില്ല. വാട്സപ്പ് എടുത്ത് നോക്കാറുണ്ടോ? നോക്കാറുണ്ട്. വല്ല സ്ത്രീകളും ഒരു ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് അയച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പ്രതികരിക്കുക? എങ്ങനെ പ്രതികരിക്കുക? അതിലൊരു കോംപ്ലക്സ് ഒന്നും തോന്നിയിട്ടില്ല. ചേട്ടൻ അങ്ങോട്ട് വല്ല അയച്ചു കൊടുക്കുകയാണെന്ന് കണ്ടാലോ? ഇദ്ദേഹത്തിന് വയസ്സൊക്കെ ആയില്ലേ, ഇപ്പൊ പ്രശ്നങ്ങളായില്ലേ? ചേച്ചി ഇതിനെങ്ങനെ പ്രായവും പരിധിയൊന്നുമില്ല? പ്രായമൊക്കെ ആയില്ലേ? അതിനൊക്കെ ഒരു സ്റ്റേജില്ലേ? കൊച്ചുകുട്ടികളാണെങ്കിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. കാര്യമില്ല. ഇതിന് പറയണമെന്ന് അറിഞ്ഞൂടാ. ക്യാമറാമാൻ കട്ട് ചെയ്താലോ? ക്യാമറാമാൻ എന്നൊരു ചേച്ചിയെ പോലുള്ളവർ എന്തിനാന്നറിയാം ഞങ്ങൾ ചോദിക്കുന്നത്? കാരണം ഞാനിപ്പോ കല്യാണം കഴിച്ചിട്ട് 4.5 വർഷം ആയതേ ഉള്ളൂ. അപ്പൊ ഭർത്താവിന്റെ ഫോൺ എടുത്ത് നോക്കണോ വേണ്ടയോ? എന്താ ചേച്ചിക്ക് തോന്നുന്നത്? നമ്മൾ ഇടയ്ക്ക് നമ്മുടെ ഒരു കണ്ണ് വേണം. മീരയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. ഒരാൾക്ക് എന്താണ് ഇപ്പൊ നോക്കണമെന്നുണ്ടെങ്കിൽ നോക്കാം, നോക്കണ്ടെങ്കിൽ നോക്കണ്ട. ഇപ്പൊ ഒരു പെൺകുട്ടിയുടെ ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ കണ്ടാൽ ഞാൻ എങ്ങനെ പ്രതികരിക്കണം? ഒന്നും അത് സ്വന്തം ഇഷ്ടമാണ്. ഞാൻ ഇനി പറഞ്ഞിട്ട് എന്തോ ചെയ്യാനായിട്ടാണ്? ഞാൻ പറഞ്ഞു അവരവർക്ക് എന്താണ് തോന്നണത് അതാണ്. പക്ഷെ ചേട്ടാ ഇപ്പൊ പ്രായമായോണ്ട് നമ്മളങ്ങ് വെറുതെ വിട്ടു. ചേട്ടാ ഈ വെറുതെ വിടാനും പറ്റൂല. അത് പറ അങ്ങനെ ഇങ്ങനെ വെറുതെ വിടുന്നേ? ചേട്ടാ ഒന്ന് നമ്മളെ നാട്ടിൽ പറയും കൊപ്രയായി, ഇനി എന്തായാലും കുഴപ്പമില്ല. അങ്ങനെ വിടാൻ പറ്റില്ല നമുക്ക്. അങ്ങനെയൊന്നും വിടരുത്. കൊപ്രയായാലും നമ്മൾ ശ്രദ്ധിക്കണം. ഒരു കണ്ണ് വേണം ചേട്ടന്റെ പുറത്ത്. അതെനിക്ക് മനസ്സിലായി. മറ്റേതിലങ്ങ് പിടിവിട്ടോ. എത്രയോ ഫ്രണ്ട്സ് കാണുമെന്ന്, പെൺ സുഹൃത്തുക്കൾ കാണും. എനിക്കങ്ങനെ അറിയാന്ന്. അപ്പൊ ഞാൻ കരുതി ഇവർ തമ്മിൽ ഒരു ബന്ധമില്ലെന്ന്. ഭാര്യയും ഭർത്താവുക. ഇപ്പൊ പറഞ്ഞതിനെ കുറിച്ച് 2 വാക്ക് അത്രേ ഉള്ളൂ. കാരണം ഞാൻ ഒരുപാട് സംഘടനകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആക്ടിവിറ്റീസിലുണ്ട്. അപ്പോൾ അതിൽ ഒത്തിരി ആളുകൾ അതിനകത്ത് വരും. പെണ്ണുങ്ങൾ വരാറുണ്ട്, ആണുങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരുമായിട്ട് നമ്മൾ മിക്കവാറും അത്തരത്തിലുള്ള കാര്യം. അതുകൊണ്ട് ഒരു ഡൗട്ട് അതിനകത്ത് വരാൻ ഒരു സാധ്യത ഇല്ല, ഒരിക്കലും വരത്തില്ല. എന്നാലും ചേച്ചിയുടെ ഒരു കണ്ണുണ്ടാവും. അതെ, അല്ല ഉണ്ട്, നോക്കുന്നുണ്ട്. പക്ഷെ ഒന്നും കിട്ടുന്നില്ല. ഒന്നും കിട്ടുന്നില്ല. നോക്കുന്നുണ്ട് ചേച്ചി മാക്സിമം, പക്ഷെ ഒന്നും കിട്ടുന്നില്ല. അതാണ് ചേട്ടൻ്റെ ഇത്. ചേച്ചിയുടെ പക്ഷെ ഈ പറഞ്ഞ ഇതൊക്കെ തമാശയ്ക്ക് ഞങ്ങൾ ചോദിക്കുന്നതേ ഉള്ളൂ. അല്ല അതിന്റെ പേര് ഇത് കഴിഞ്ഞിറങ്ങി ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. അങ്ങനെ ഒന്നേ ഇല്ല. ചേട്ടന്റെ നമ്പർ ലോക്ക് അറിയോ? ഫോണിന്റെ പറയണ്ട നമ്പർ ലോക്ക് അറിയാം. അത് തന്നിട്ടുണ്ടെങ്കിൽ പകുതി പ്രശ്നം കഴിഞ്ഞു. കാരണം ഈ മറ്റേ ഫേസ് ലോക്ക് ഒക്കെ ഇട്ട് വെച്ചാലേ പേടിക്കേണ്ടതുള്ളൂ. ഇതിപ്പോ നമ്പർ ലോക്ക്. ചേച്ചിക്ക് എപ്പോ ആണെങ്കിലും ബാത്റൂമിൽ കയറുന്ന സമയം എടുത്തോ. നാളെ തന്നെ ചെല്ലുന്നു ഫുള്ളും അടിച്ച് ഇൻസ്റ്റാഗ്രാമും കൂടെ നോക്കിക്കോണം. അതില്ല പുള്ളിക്കില്ല. പുള്ളിക്ക് അതില്ല. എന്തായാലും വാട്സപ്പ് ഉണ്ട്, ഫേസ്ബുക്കും ഉണ്ട്.
ഇത് രണ്ടും നോക്കണം, ഇത് രണ്ടും പ്രശ്നമാ, നോക്കിയേക്കണമെന്ന്. ഒരു കണ്ണ് വേണം. ഓക്കെ, ഏറ്റു. അപ്പം എല്ലാം ഞങ്ങൾ പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കിയിട്ടുണ്ട്. എന്താണെങ്കിലും അടിപൊളി. എനിക്ക് ഇങ്ങനെയുള്ള ചേച്ചിമാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭർത്താവിൻ്റെ പുറത്ത് നമ്മളെ വേണം കൺട്രോൾ ചെയ്യേണ്ട. ബാക്കി പെണ്ണുങ്ങളൊന്നും അല്ലല്ലോ, ഭാര്യയല്ലേ, ഒരു പ്രശ്നമില്ല ഒന്നും. നമ്മുടെ വിശ്വാസം അത് തന്നെ കറക്റ്റ്. വേണമെങ്കിൽ ഒരു കൂമ്പിനും കൂടെ ഇടി കൊടുത്തേക്ക്, നോക്കണ്ട. കൂമ്പിനിട്ട് വല്ല കാണുകയാണെങ്കിൽ കൊടുത്തേക്ക്. ഇടി കൊടുത്താലും ഞാൻ തന്നെയല്ലേ നോക്കണ്ടേ? അതാണ് അതുകൊണ്ട് ബോണിന് വല്ല പ്രശ്നം വന്നാ ഇതിപ്പോ കഴിച്ചിട്ട് തുപ്പാനും വയ്യ, മധുരിച്ചിട്ട് ഇറക്കാനും വയ്യ, ഇടിക്കുകയും വേണം. ഇടിക്കുക ചെയ്താ ഞാൻ തന്നെ നോക്കണം. ഏതായാലും നാളെ എനിക്ക് ഇടി ഉറപ്പാ, സംശയമില്ല. വെരി ഫണി. പക്ഷെ ഇങ്ങനെയുള്ള കപ്പിൾസാണ് ഏറ്റവും ഭംഗിയായിട്ട് ജീവിക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു കൈയടി ചേച്ചിക്ക്, അടിപൊളി. അപ്പോൾ ഇനി എന്താണേലും നിങ്ങളിതൊന്നും കേൾക്കണ്ട, ഇതിലൊക്കെ ഉള്ള പരുവായിട്ടില്ല നമ്മൾ. അടുത്ത 8ാമത്തെ ചോദ്യത്തിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. ബസ്സിൻ്റെ മുകളിൽ ഇംഗ്ലീഷും മലയാളവും ഉണ്ട്. Which is the deepest ocean trench in the world? ലോകത്തിലെ ഏറ്റവും ആഴമേറിയ സമുദ്ര കിടങ്ങ് ഏതാണ്? ദി വൈറ്റ് ടീമാണ് പ്രസ് ചെയ്തിരിക്കുന്നത്. മാരിയാന ട്രെഞ്ച്. മറിയാന ട്രെഞ്ച്, കറക്റ്റ് ആൻസർ. എവിടെയാണ് ഈ ട്രെഞ്ച് ഉള്ളതെന്ന് വല്ല ഐഡിയ ഉണ്ടോ? മറിയാന പസഫിക് ഓഷ്യൻ. പസഫിക്കിലാണ്. വെരി കറക്റ്റ്, അടിപൊളി. അപ്പോൾ കുട്ടികൾക്ക് അതിനെപ്പറ്റി ഗഹനമായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് ഇനി 9ാമത്തെ ചോദ്യത്തിലേക്ക് വിട്ടുകൊടുത്തതാണ് ചേട്ടൻ. ചേച്ചിയുടെ ആ വാട്സപ്പിൽ നാളെ ഇനി ചേച്ചി എടുത്ത് നോക്കോ ഇല്ലേ എന്നുള്ളൊരു ടെൻഷനിലായിപ്പോയി. സാറ് വിട്ടേക്ക്, അതിലോട്ടായിപ്പോയി. സാറേ പിടിച്ചോണ്ടിരുന്നു, അതൊക്കെ വിട്ടേരെ, നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഇനി തീർക്കാം. ഓക്കെ, അടുത്ത 9ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. വിച്ച് കൺട്രി പ്രൊഡ്യൂസസ് ദ മോസ്റ്റ് കോഫി ബീൻസ്? ഏറ്റവും കൂടുതൽ കാപ്പി ഉത്പാദിപ്പിക്കുന്ന രാജ്യം? വൈറ്റ് ടീമാണ്. ബ്രസീൽ. ബ്രസീൽ, ശരി ഉത്തരം. ബ്രസീലിന്റെ വേറെ ഏതെങ്കിലും പ്രത്യേകതകൾ അറിയോ? അവിടെയാണ് ആമസോൺ റെയിൻ ഫോറസ്റ്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. അവിടെ ഇപ്പോൾ ഡീഫോറസ്റ്റേഷൻ ഭയങ്കര ഒരു ഇതാണ്. അവിടെ 2030 ആയിട്ട് ഡീഫോറസ്റ്റേഷൻ്റെ ഇത് കുറയ്ക്കാൻ നോക്കുകയാണ്. സൂപ്പർ, സൂപ്പർ ഗുഡ്. ഇപ്പോൾ ഈ പറഞ്ഞ എൻസൈക്ലോപീഡിയ മോൻ കൃത്യമായിട്ട് തന്നെ വായിച്ചിട്ടുണ്ട്. സാറേ കുട്ടികൾ കയറി വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ വിട്ടു കൊടുക്കുന്നില്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പിടിച്ചോണം. ബസറിൽ പിടിച്ചോണം സാറേ. മലയാളം ഇംഗ്ലീഷ് കഴിഞ്ഞ് മലയാളം ഉണ്ടേ. ഓക്കെ, ഹൂ റോട്ട് ദ ക്രിസ്മസ് സോങ് ജിംഗിൾ ബെൽസ്? ജിംഗിൾ ബെൽസ് എന്ന ക്രിസ്മസ് ഗാനം എഴുതിയതാരാണ്? ജെയിംസ് ലോർഡ്. ജെയിംസ് ലോർഡ്, കറക്റ്റ് ആൻസർ. ജിംഗിൾ ബെൽസ് മൂളാൻ അറിയോ ആർക്കെങ്കിലും? കാരണം ക്രിസ്മസിന്റെ ഒരു ടൈം കൂടിയാണ് നമ്മൾ നിൽക്കുന്നത്. ജിംഗിൾ ബെൽസ് ജിംഗിൾ ഓൾ ദ വേ. അത്രേ അറിയുള്ളൂ. കുഴപ്പമില്ല, എന്നാലും കുഞ്ഞുങ്ങൾ അത് കറക്റ്റായിട്ട് തന്നെ എഴുതിയത് ആരാന്നും പറഞ്ഞു. സാധാരണ ഈ പാട്ട് നമുക്കറിയാം, എഴുതിയത് ആരാ നമ്മൾ അധികം ചിന്തിച്ചിട്ടില്ല. കറക്റ്റായിട്ട് അവരത് ആൻസർ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ റൗണ്ട് കഴിയുമ്പോൾ വൈറ്റ് ടീമിന് ലഭിച്ചിരിക്കുന്നത് 9 പോയിന്റ് ആണ്. ഒരു പാസിനുള്ള ഒരു പോയിന്റ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക്. ഇനി ഓ ടീമിന് ലഭിച്ചിരിക്കുന്നത് 10 പോയിന്റ് ആണ്. ഒരു പോയിന്റ് നിലയിൽ ദേ ഇവർ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ പോകുന്നു. അടുത്ത റൗണ്ട് എന്ന് പറയുന്നത് ഗെയിം റൗണ്ട്. നിങ്ങളുടെ നിക്ഷേപത്തെ ഞങ്ങൾ വിലമതിക്കുന്നു. RG ഗ്രൂപ്പ്. ഞങ്ങളുടെ ഗെയിമിൻ്റെ പ്രോപ്പർട്ടി എത്തിക്കഴിഞ്ഞു. ആൻഡ് ദ ഗെയിം ഇസ് കോൾഡ് ദ റിംഗ് റോഡ്. വേറൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് കാണപ്പെടുന്നു, പക്ഷെ സിമ്പിൾ അല്ല കാര്യങ്ങൾ. വേറൊന്നുമില്ല, ദേ കറക്റ്റായിട്ട് ഇവിടെ പിടിച്ചുകൊണ്ട് ഈ റിങ് ഇതുവരെ അപ്പുറത്ത് വരെ ഈ റോഡ് കണ്ടോ. ഞാനിത് ഇവിടെ എവിടെ ടച്ച് ചെയ്താലും ഇതിലപ്പം തന്നെ ഇത് സൗണ്ട് അടിക്കും, അതുപോലെ ലൈറ്റും കത്തും. ചെയ്യാനുള്ളത് ഇത്ര മാത്രം. നിങ്ങളുടെ ഒരു ടീമിൽ 3 പേരും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഓക്കെ, 3 പേർക്ക് ഇതിൽ മാറ്റുരയ്ക്കാം. ഇപ്പോൾ ചേച്ചിക്ക് 5 ലൈഫ് വരെ ഞാൻ തരും. 5 ലൈഫ് എന്ന് പറഞ്ഞാൽ ചേച്ചിക്ക് 5 തവണ വരെ ഇത് പാസ് ചെയ്ത് നോക്കാം. അതായത് ഇത് ടച്ച് ഇതിപ്പോൾ 1 ആയി 2 ആയി, അപ്പോൾ 5 തവണ വരെ ചേച്ചിക്ക് മാക്സിമം ഉള്ള ട്രൈ ഉണ്ട്. 5 തവണ ആയിട്ടും ചേച്ചി ഇതുവരെ എത്തിയില്ല എങ്കിൽ സൗണ്ട് കേൾക്കാതെ ചേച്ചി അപ്പുറത്ത് എത്തിക്കണം. 5 തവണയേ ഉള്ളൂ ചേച്ചിക്ക് ട്രൈ. 5 തവണ സൗണ്ട് കേൾക്കാം. അതിന് മുന്നേ ഇതിവിടെ എത്തിയില്ലെങ്കിൽ വീണ്ടും ചേട്ടനടുത്ത് ട്രൈ ചെയ്യാം. ചേട്ടന് ഇതുപോലെ 5 തവണ ഞാൻ അവസരം തരും. 5 തവണ കൊണ്ട് അപ്പുറത്ത് എത്തിക്കണം. എത്തിയില്ലെങ്കിൽ ചേട്ടനും ട്രൈ ചെയ്യും. ഇനി നിങ്ങൾ 3 പേരും ഇത് അപ്പുറത്ത് എത്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ടീമിന് കൂടുതൽ പോയിന്റ്സ് കിട്ടും. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? റെഡിയാണോ? അപ്പോൾ ആദ്യം തന്നെ വൈറ്റ് ടീമിൽ നിന്ന് മോനാണോ തുടങ്ങാൻ പോകുന്നത്? മോൻ തുടങ്ങാം. വായ. ആൻഡ് മോൻ്റെ
ടൈം സ്റ്റാർട്ട്സ് നൗ. ഒരു സൗണ്ട് അവൻ കേൾപ്പിച്ചിട്ടില്ല ഇതുവരെ. തൊടാതെ അവൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. വിറയ്ക്കരുത്, വിറയ്ക്കൂടാതെ. 1 2 3 4 ആയിട്ടുണ്ട്. പതിയെ ചെയ്തേ. ഫോക്കസ് ചെയ്തേ. 4 ആയിട്ടുണ്ട്. ഒരു തവണ ഇവിടെ കേട്ടാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നാലായിട്ടുണ്ട്. വിറയ്ക്കരുത്. 5. പോയി. അവിടെ കഴിഞ്ഞു. 5 തവണ അവൻ്റെ സൗണ്ടൊക്കെ കേട്ട് 5, 6 ഒക്കെ ഒറ്റ അടിക്ക് അങ്ങ് അടിച്ചു. പക്ഷെ അവന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പകുതി വരെ ഒന്നും എത്തിയില്ല ആക്ച്വലി മോൻ. കണ്ടല്ലോ, അവനൊരു ഇച്ചിരി തിടുക്കം കൂടിയോ എന്ന് തോന്നി. മോളപ്പം വളരെ പയ്യെ വേണം ഇത് അറ്റൻഡ് ചെയ്യാനായിട്ട്. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആദ്യമേ അടിക്കാതെ കൊണ്ടുപോകണം. തുടങ്ങിക്കോ. ക്ഷമയോടെ. ഇതുവരെ മോളൊന്നും തന്നെ ഒരു സൗണ്ട് പോലും വന്നിട്ടില്ല, കേട്ടിട്ടില്ല, ഒരിടത്തും അത് കൊണ്ടിട്ടില്ല. കമോൺ. ഇതൊരു കോൺസെൻട്രേഷൻ ഗെയിമാണ്. വളരെ പതിയാണ് മോള് ചെയ്യുന്നത്. കറക്റ്റാണ്. ഇതുവരെ ഒന്നും തന്നെ കേട്ടിട്ടില്ല. കോർണർ വരുമ്പോഴാണ് എത്രയായി? 3 4. പോയി. പരിപാടി കഴിഞ്ഞു. അത് ഭയങ്കര കാര്യമായിട്ട് അവള് ഒന്നുപോലും കൂടാതെ. ഞാൻ വെച്ച് ഇത് പൊളിക്കുമെന്ന് വിചാരിച്ചു. അവിടെ ചെന്ന് ഒരു 5 എണ്ണം മണിയടിച്ചോലും അടിക്കുമോ. അതിന് വേണ്ടിയായിരുന്നു അവൾ ഇത്ര സ്ലോയിൽ കൊണ്ടുവന്നേ. പക്ഷെ അത് ചെയ്ത് അത്രയും കോൺസെൻട്രേഷനിൽ മോള് ചെയ്തിരിക്കുന്നു. അവൻ കൊണ്ടുപോയി അത്രയും വരെ മോൾക്ക് എത്തിക്കാൻ പറ്റിയില്ല. കുഴപ്പമില്ല. തോൽവി ജയത്തിന്റെ മുന്നോടിയാകുന്നു. നോക്കാം. ഇനി അടുത്ത ആളാണ് ദേ വരാൻ പോകുന്ന നമ്മുടെ എഴുത്തുകാരിയാണ് വരുന്നത്. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പയ്യെ മതി. അത്യാവശ്യം സ്പീഡിലാണ്. പയ്യെ പോയാൽ മതി. അതാണ് അറ്റ. 2 പതിയെ. 3 4 5 6 7 8 9 10 11 ഒക്കെ. ഓക്കെ, എന്തായാലും അറ്റംപ്റ്റ് ചെയ്തു. കുഴപ്പമില്ല. അപ്പം മോനാണ് എനിക്ക് തോന്നുന്നു കുറച്ചധികം ദൂരം ഇവിടെ നിന്ന് ഈ ഒരു അറ്റംപ്റ്റിൽ വിജയിച്ചിരിക്കുന്നത്. മോനാണ് അത്രയും വരെ നിങ്ങളുടെ ടീമിൽ ഒരുവിധമെങ്കിലും ചേട്ടൻ കളിച്ചേക്കുന്നത്. ഓക്കെ, ഉറപ്പുണ്ടോ വിജയിക്കുമെന്ന്? ഉറപ്പുണ്ടോ? പകുതി ശതമാനം വിജയിക്കുമെന്ന് ഉറപ്പുണ്ട്. പതിയെ ചെയ്യാവൂ. ടൈം സ്റ്റാർട്ട്സ് നൗ. 1 2 3 4. അതെനിക്ക് ഇഷ്ടായിരിക്കുന്നു. അതെനിക്ക് കൊള്ളാം. എന്തോരം പോയിന്റ്. 20 കഴിഞ്ഞു. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പതിയെ മതി. 1 2 3 പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇതിനേക്കാൾ ചേച്ചിയായിരുന്നു ബെറ്റർ കേട്ടോ. ഇനി തിരിച്ച്. ഇനി കഴിഞ്ഞു പരിപാടി. ചേട്ടൻ എന്താന്ന് പോലും മനസ്സിലായില്ല. ചേട്ടൻ എടുക്കുന്നതിന് മുമ്പ് അതിലെ ബസറെല്ലാം പോയി അടിച്ചു കഴിഞ്ഞു. ഇനി ആകപ്പാടെ എനിക്ക് പ്രതീക്ഷയുള്ള രാജസ്ഥാനിലേക്ക് മണ്ണ് കയറ്റി വിടാൻ നിൽക്കുന്ന എൻ്റെ ഫിഷറീസ് ചേട്ടനെയാണ്. കമോൺ. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ശ്രദ്ധിച്ച്. പതിയെ 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 പതിയെ. തട്ടരുത്, മുട്ടരുത്. തട്ടാതെ. 1 2 3 4 5. ചേട്ടൻ
തുടങ്ങിയത് തന്നെ ഇത് അടിക്കാൻ വേണ്ടിയിട്ടെന്താ പറയാ. ഞാൻ പറഞ്ഞത് സൗണ്ട് കേൾപ്പിക്കാതെ അങ്ങ് എത്തിക്കണം എന്നുള്ളതായിരുന്നു. പക്ഷേ സ്റ്റാർട്ടിങ്ങിലെ ആദ്യമേ പോയി. ചേച്ചിക്ക് പക്ഷെ ഒരു സന്തോഷമുണ്ടെന്ന് തോന്നുന്നു. ചേച്ചിക്ക് എന്താ ഇവർ രണ്ടുപേർക്കൊന്ന് പണി കിട്ടും എന്തോ ഒരു സന്തോഷമുണ്ട്, ഒരു ആനന്ദമുണ്ട് ചേച്ചിക്ക്. നമ്മുടെ ഗെയിം റൗണ്ട് രസകരമായിട്ട് തന്നെ ഇവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ് രണ്ട് ടീമും. പക്ഷേ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ദൂരം ആ റോഡ് എങ്ങും ടച്ച് ചെയ്യിപ്പിക്കാതെ ഏറ്റവും കൂടുതൽ ദൂരം കൊണ്ടുപോയിരിക്കുന്നത് മറ്റാരുമല്ല, സാവനാണ് ഫ്രം ദ ടീം വൈ. അങ്ങനെ വൈ ടീം ഈ ഒരു റൗണ്ടിലെ വിജയികളായിട്ട് ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ലഭിക്കുന്നത് 5 പോയിന്റാണ്. എന്തായാലും ഇനി അടുത്ത റൗണ്ടിൽ മാക്സിമം പോയിന്റ്സ് നേടാനായിട്ടുള്ളൊരു സുവർണ അവസരമാണ്. വെറും 3 പോയിന്റിന്റെ വേരിയേഷനേ ഉള്ളൂ. സോ നമ്മുടെ YXO കേരളയുടെ അടുത്ത റൗണ്ടിലേക്ക് ഞങ്ങൾ കടക്കുന്നു. ആൻഡ് ദ തേർഡ് റൗണ്ട് ഇസ് സ്വിച്ചിങ് ഓവർ. ദുബായിയുടെ ഭാവിയിൽ നിക്ഷേപിക്കുക. നിങ്ങളുടെ വിജയത്തിൽ പങ്കാളികളായി ഞങ്ങളുമുണ്ട്. RG ഗ്രൂപ്പ്. ഓക്കെ, നമ്മുടെ മൂന്നാമത്തെ റൗണ്ട് വളരെ സിമ്പിളാണ്. നമ്മുടെ വൈ ടീമിനോട് 5 ചോദ്യംസ് ഞാൻ ചോദിക്കും, ഓ ടീമിനോട് 5 ചോദ്യംസ് ചോദിക്കും. വൈ ടീമിൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഇവർക്കൊക്കെ കൂടുതലായിട്ട് അറിയുന്ന ചോദ്യങ്ങളായിരിക്കും. നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ പോകുന്ന ഇന്നത്തെ ജനറേഷനിൽ ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളും ആയിരിക്കും. ഓക്കെ, റെഡിയാണോ? റെഡിയാണ്. ഇതിൽ ആദ്യത്തേത് ഒരു പാട്ടിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആ പാട്ട് ആദ്യം ഒന്ന് കേട്ട് നോക്കിയാലോ? മ്യൂസിക്. வெண்ணிலவும் பொன்னி நதியும் கன்னியின் துணையின்றி என்ன சுகம் இங்கு படைக்கும் பெண்மையின் சுகமன்றி சந்தனமும் சங்கத்தமிழும் பொங்கிடும் வசந்தமும் சிந்தி வரும் பொங்கும் அமுதம் தங்கிடும் பூமுதமும் கன்னி மகள் அருகில் இருந்தால் சுவைக்கும் கன்னி துணை இழந்தால் முழுதும் கசக்கும் விழியினில் மொழியினில் நடையினில் உடையினில் அதிசய சுகந்தரும் அணங்கிவள் பிறப்பிதுதான். ഓക്കെ, അപ്പോൾ ഇതാണ് പാട്ട്. ഈ പാട്ട് പാടിയ ഗായകൻ ആരാണ്? SPB ബാലസുബ്രഹ്മണ്യം. SPB ബാലസുബ്രഹ്മണ്യം. SP ബാലസുബ്രഹ്മണ്യം അഥവാ SPB. ശരി ഉത്തരം. SPBയുടെ പാട്ടുകളൊക്കെ കേൾക്കാറുണ്ടോ മോനെ? കേൾക്കാറുണ്ട്. ആണോ? ഏറ്റവും വേറെ ഏതെങ്കിലും SPB സാറിന്റെ ഒരു പാട്ട്? എനിക്ക് ഇതാണ് ഏറ്റവും ഇഷ്ടം. ഇതാണ് ഇഷ്ടം. അത് തന്നെ ഞങ്ങൾ പ്ലേയും ചെയ്തു തന്നു. മോൻ പാട്ട് വല്ലതും പാടാറുണ്ടോ? ഞാൻ പാടാറുണ്ട്. ഏതെങ്കിലും ഒരു പാട്ട് പാടിത്തരോ? മലയാളമോ ഏതെങ്കിലും? മലയാളം പാടാം. ദേവദുന്ദുഭീസാന്ദ്രലയം ദിവ്യവിഭാത സോപാനരാഗലയം ദേവദുന്ദുഭീസാന്ദ്രലയം ദിവ്യവിഭാത സോപാനരാഗലയം ധ്യാനമുണർത്തും മൃദുപല്ലവിയിൽ കാവ്യമരാള ഗമനലയം ദേവദുന്ദുഭീസാന്ദ്രലയം ദിവ്യവിഭാത സോപാനരാഗലയം. അടിപൊളി. ഞാൻ വിചാരിച്ച എന്നാന്നറിയാം, ഇന്നത്തെ പിള്ളേരാണ്ടോ അല്ലെ ഇലുമിനാട്ടി എല്ലാം പാടുന്നതാണ്. മലയാളത്തിൽ ഇത്രയും ക്ലാസിക് ഒരു ഗാനം ഇത് ആരാണ് പഠിപ്പിച്ചത്? എവിടെ നിന്നാണ് കേൾക്കുന്നത്? എങ്ങനെയാണ് ഇതൊക്കെ? ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ കേൾക്കാറുണ്ട്. എൻ്റെ സാറ് പഠിപ്പിച്ചു തന്നു. പാട്ട് പഠിക്കുന്നുണ്ട് മോനല്ലേ? പഠിക്കുന്നു. അതാണ് വെരി നൈസ്. നല്ല മോൻ കേട്ടോ, അടിപൊളി. താങ്ക് യു. ഈ ഒരു പാട്ട് പാടിയതിന് ഒരു പ്രത്യേക ഹാറ്റ്സ് ഓഫ്. സൂപ്പർ സൂപ്പർ. അപ്പോൾ ഇനി ബാക്കി പാടുന്നവരെ കൊണ്ടൊക്കെ ചേച്ചി പാടിക്കുന്നുണ്ട്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. വാട്ട് ഈസ് ദ റിയൽ നെയിം ഓഫ് മലയാളം ആക്ടർ പ്രേം നസീർ? പ്രേം നസീർ എന്ന മലയാളത്തിൻ്റെ നിത്യഹരിത നായകൻ്റെ യഥാർത്ഥ പേരെന്താണ്? അത് അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ നെയിം ആയിരുന്നു പ്രേം നസീർ. അറിയില്ല. ഓക്കെ, അപ്പോൾ യഥാർത്ഥ പേര് ഓ ടീമിന് അറിയാൻ പറ്റും. പിന്നെ സാറേ ഒന്ന് ചുമ്മാ ഒന്ന് പിള്ളേർക്ക് വേണ്ടി പറഞ്ഞു കൊടുത്തേ. അബ്ദുൽ ഖാദർ. അബ്ദുൾ ഖാദർ കറക്റ്റ് ആൻസർ ആണ്. അബ്ദുൾ ഖാദർ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. പ്രേം നസീർ എന്നുള്ളത് അദ്ദേഹം വന്നപ്പം പിന്നെ അഡാപ്റ്റ് ചെയ്ത പേരായിരുന്നു. ഓക്കെ, നോ പ്രോബ്ലം. ഇനി മൂന്നാമത്തെ ചോദ്യം. Which device was used in the 1980s to record TV shows on cassette tapes? 1980കളിൽ TV ഷോകൾ കാസറ്റ് ടേപ്പുകളിൽ റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിച്ച ഉപകരണം എന്താണ്? ഇപ്പം നമുക്കറിയാലോ, നമ്മളിപ്പോൾ CD ഒക്കെ കമ്പ്യൂട്ടറിൻ്റെ ഇതിൽ ഇട്ട് കൊടുക്കും. ഫിലിം ഫിലിം അല്ല, ഫിലിം അത് ടേപ്പ് റെക്കോർഡർ.
ടേപ്പ് റെക്കോർഡർ ടേപ്പ് റെക്കോർഡർ തെറ്റുത്തരമാണ്. മക്കളത് കണ്ടു കാണുമെന്ന് പോലെ എനിക്കറിയില്ല, കാരണം അതിപ്പോഴൊന്നും ഇല്ല അല്ലേ സാറേ? ഏതാണെന്നറിയോ? നമ്മൾ VCR എന്ന് കേട്ടിട്ടുണ്ടോ? വീഡിയോ കാസറ്റ് റെക്കോർഡർ. ഇല്ല. ഇത്രയുണ്ട്, ഒരു പെട്ടി പോലെ ഇരിക്കും. അതിനേക്കാൾ വലിയൊരു ചതുരപ്പെട്ടിയായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുമായിരുന്നു പണ്ട്. കണ്ടിട്ടില്ല? കാസറ്റ് ടേപ്സ് കണ്ടിട്ടുണ്ടോ? നല്ല ഹ്യൂജ് ആയിട്ടുള്ള കാസറ്റ് ഉണ്ട് വീട്ടില്. ഇത് കണ്ടിട്ടില്ല. ഇത് കണ്ടിട്ടില്ല. VCR കണ്ടിട്ടില്ല. ഇല്ല, ഇപ്പൊ വീടുകളിൽ ഇല്ല, VCR അധികം ഇല്ല. ഓക്കെ, അടുത്ത ചോദ്യം. Which Mohanlal movie has the dialogue "നീ പോ മോനെ ദിനേശ"? നീ പോ മോനെ ദിനേശ എന്ന ലാലേട്ടന്റെ അതിപ്രശസ്ത ഡയലോഗുകളിലൊന്നാണ്. ലാലേട്ടൻ ഏത് സിനിമയിലാണ് നീ പോ മോനെ ദിനേശ എന്ന് പറഞ്ഞിരിക്കുന്നത്? ആ സിനിമയിൽ ഒരു കുറേ തവണ പറയും നീ പോ മോനെ ദിനേശ. ക്ലൂ എല്ലാം തരാമോ? മഹാവിഷ്ണുവിന്റെ 10 അവതാരങ്ങളിൽ ഒരു അവതാരമാണ് ഈ ഒരു പേര്. 10 അവതാരങ്ങളിൽ ഒന്നാണിത്. ഇതിൽ കൂടുതൽ ക്ലൂ ഇനി തരാനില്ല. സിംഹം. സോ സിംഹം എന്ന് പറഞ്ഞേക്കുന്നത് തെറ്റുത്തരമാണ്. നരസിംഹമാണ് ശരി ഉത്തരം. സോ 5ാമത്തെ ചോദ്യമാണ്, ലാസ്റ്റ് ചോദ്യമാണ്. അപ്പോൾ ഇതുവരെ എത്ര ചോദ്യത്തിന് കിട്ടി സാറേ? ഒരു ചോദ്യത്തിനെ ഇവർക്ക് കിട്ടിയിട്ടുള്ളൂ. 2 പോയിന്റേ നേടാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഇത് കൃത്യമായിട്ട് പിടിച്ചേക്കുക. ഓക്കെ, 5ാമത്തെ ചോദ്യം. നാളേക്കു വേണ്ടി എന്ന കവിത എഴുതിയത് ആരാണ്? സുഗതകുമാരി ശരി ഉത്തരം. എനിക്കൊന്നൊരു എഴുത്തുകാരി ഗ്രൂപ്പിലുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ അവര്. എന്താണ് സുഗതകുമാരിയുടെ വേറെ ഏതെങ്കിലും കവിത ശകലങ്ങൾ എന്തെങ്കിലും നമ്മളോട്? സുഗതകുമാരി ടീച്ചറിന്റെ ഒരു കവിത എനിക്കറിയാം. അയ്യോ പാടറാ. പിന്നെ സുഗതകുമാരി ടീച്ചറിന്റെ ദേവദാസി എന്ന് പറഞ്ഞൊരു കവിത. ദേവദാസി, യെസ് ഷ്യൂർ. പടി 18 കോവിലിൽ ആദ്യത്തെ പടിയിലിരിക്കുന്നു ദേവദാസി. കഴലിൽ ചിലങ്കയില്ല, ഇല്ല കയ്യിൽ വളച്ചിരികൾ, മങ്ങിപ്പോയതാണു ചേല. നരപൂണ്ട മുടിയതിൻ തുമ്പിനാൽ മൂടി, നിൻ തിരുമൈയൊരുക്കുന്ന പാട്ടുപാടി, പല നിഴൽ കൂട്ടത്തിലൊന്നായി മുഖം കുനിച്ചിവിടെയിരിപ്പു ഞാൻ ദേവദാസി. വാവ്, എനിക്കൊക്കെ ഇങ്ങനെ ഗൂസ് ബംസ് വരും. കാര്യം എന്താ പറയുക, നിങ്ങളുടെയൊക്കെ ഈ ജനറേഷനിൽ ഇത്രയും മനോഹരമായിട്ട് കവിതാ പാരായണം നടത്തുമ്പോൾ എനിക്കൊരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാറുണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്, എല്ലായിടത്തും കവിതയാണെങ്കിൽ പോകാറുണ്ട്. നല്ലതാണ്, കാരണം നല്ല ഉച്ചാരണം കറക്റ്റ് ആയിട്ട് വരും. കവിത, പാട്ട് അങ്ങനെയുള്ളതെല്ലാം പോകാറുണ്ട്. സൂപ്പർ. അയ്യോ രസമായിട്ട് സുഗതകുമാരി ടീച്ചറിന്റെ കവിതകൾ പാടാനുള്ള ജനറേഷൻ സ്റ്റിൽ ഗോയിങ് ഓൺ. വെരി നൈസ്. അപ്പം എന്താണേലും 2 ആൻസർ ഇവർ ശരിയാക്കി 4 പോയിന്റ്സ് ഈ റൗണ്ടിൽ നേടുകയാണ്. ഇനി ഓ ടീമിന്റെ അടുത്തേക്ക് ഞങ്ങൾ വരികയാണ്. ചേച്ചി, കുറച്ച് പുതിയ കാര്യങ്ങൾ നമ്മൾ പിടിക്കാൻ പോവാണ്. ആദ്യത്തെ ചോദ്യം, വാട്ട് ഇസ് എ ഫുൾ ഫോം ഓഫ് LOL? LOL. അതായത് എല്ലാ കുഞ്ഞുങ്ങളും ഇതാരെങ്കിലും LOL എന്ന് ചേട്ടൻ അയച്ചിട്ടുണ്ടോ? അയച്ചിട്ടില്ല. ചേട്ടനോ? LOV എന്നല്ല, LOL അയച്ചിട്ടില്ല. ചേച്ചിക്ക് ഒരു ചിരി വരുന്നുണ്ട്. ചേട്ടൻ ആരെങ്കിലും അയച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ചിരിയിൽ അതിനുള്ള ഉത്തരം ഉണ്ട്. ഒന്ന് നോക്കിയേ, ആ ചിരിയാണ് അതിൻ്റെ ഒരു ഉത്തരം കിടക്കുന്നത്. LOL. ഇങ്ങനെയൊക്കെ പയ്യന്മാരും പെൺപിള്ളേരൊക്കെ ചുമ്മാ അയക്കുന്നതാണ്. കുട്ടികൾക്കറിയോ LOL? ലാഫ് ഔട്ട് ലൗഡ്. അതായത് പൊട്ടിച്ചിരി. ലാഫ് ഔട്ട് ലൗഡ്, പൊട്ടിച്ചിരിക്കുക എന്നുള്ളതിനാണ് ലോൽ. എന്തെങ്കിലും കോമഡി ഒക്കെ പറയുമ്പോൾ അവരയക്കും ലോൽ. ഇത്ര അയക്കുള്ളൂ. അപ്പം നമ്മൾ മനസ്സിലാക്കി എടുത്തോണം. ഓക്കെ, 2ാമത്തെ, വാട്ട് ഇസ് ദ ടേം യൂസ് ടു റെഫർ പീപ്പിൾ ബോൺ ബിറ്റ്വീൻ 97 to 2012? അതായത് 1997 2012 കാലഘട്ടങ്ങൾ, അതിൻ്റെ ഇടയിൽ ജനിച്ച കുട്ടികളെ നമ്മൾ എങ്ങനെ വിളിക്കുന്നു? ജെൻസി. കറക്റ്റ് ആൻസർ. ഇതെങ്ങനെ അറിയാം ചേട്ടൻ? എങ്ങനെ അറിയാം? എന്റെ മക്കള് പറയാറുണ്ട് ഈ വാക്കുകൾ. കാര്യം അവരെല്ലാം ഈ തലമുറപ്പെട്ടവരല്ലേ. അപ്പൊ ജെൻസി എന്ന് പറയാറുണ്ട്. ജെൻസി എന്ന് പറഞ്ഞാൽ ദേ നിൽക്കുന്നതാണ് ജെൻസി. ഞാനൊന്നും ജെൻസി അല്ല സാറേ, ഇവരൊക്കെ ജെൻസി ആണ്. ചേച്ചി എന്തായിരിക്കും? എനിക്ക് ജെൻസി എന്തെന്ന് അറിയില്ല. ജെൻസിനെ എനിക്കിഷ്ടല്ല, ഇപ്പോഴാണ് ജെൻസി. എന്നാലും ചേച്ചി ഏതാ? 70s കാലഘട്ടം. 70s ആണോ? 60s ആണ്. ബൂമർ എന്നാണ് പേരെന്ന് പറയുന്നു. ബൂമർ അതൊരു ചോക്ലേറ്റ് അല്ലേ? ബബിൾ കം.
അതാണ് നിങ്ങളുടെ പേര്. എൻ്റെ പേരോ നിങ്ങളുടെ പേര് തന്നെ 60-70 കാലഘട്ടത്തിൽ. അതായത് അത്ര ബൂമറാക്കിയോ നമ്മളെ? എനിക്ക് മനസ്സിലായത് അത് അലിയൂല, ഇങ്ങനെ അലിയൂല, ദഹിക്കത്തുമില്ല, അലിയത്തുമില്ല, അണ്ണാക്കി വല്ലതും കുടുങ്ങിയ തട്ടിപ്പോവാ, മരണം സുനിശ്ചിതം. അതാണ് ബൂമർ. ഒരു മാതൃത്തെ പേരല്ലേ സാറേ? എന്ത് തോന്നുന്നു ചേച്ചിക്ക് ആ പേര് ഇഷ്ടമായില്ല? ഇഷ്ടമായില്ല. ഞങ്ങളൊക്കെ സ്ലിം ആയിട്ട് എന്തെങ്കിലും ബ്യൂട്ടിഫുൾ ആയിട്ട് വിളിക്കണം. സ്ലിം ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഞങ്ങളെ വിളിക്കുന്നു. ഓക്കെ, ഐശ്വര്യ റോയ്, ജൻ ഐശ്വര്യ റോയ്, അങ്ങനെ ആയാലും കുഴപ്പമില്ല. പക്ഷെ ബൂമർ ഇഷ്ടമായിട്ടില്ല ചേച്ചിക്ക്. പോവാൻ പറ. ഓക്കെ, ഇനി അടുത്ത ഉത്തരം ചേച്ചിക്ക് കിട്ടുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഓക്കെ, ഏത് ആപ്പാണ് ബ്ലൂ ഡബിൾ ടിക്ക് ഫീച്ചർ ഉപയോഗിക്കുന്നത്? ബ്ലൂ ഡബിൾ ടിക്ക് ഫീച്ചർ ഉപയോഗിക്കുന്നത് ഏത് ആപ്ലിക്കേഷൻ ആണ്? വാട്സപ്പ്. വാട്സപ്പ് ശരി ഉത്തരം. ഇപ്പൊ കൂട്ടുകുടുംബത്തിൽ കയറുന്നുണ്ട്. എത്ര പേരെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്? ഞാൻ ആരെയും ബ്ലോക്ക് ചെയ്തിട്ടില്ല. എൻ്റെ ഹാർട്ട് ബ്ലോക്ക് ആവാതിരുന്നാൽ മതി. ഞാൻ ആരെയും ബ്ലോക്ക് ചെയ്തിട്ടില്ല. ശരാ, എൻ്റെ ഹാർട്ട് ബ്ലോക്ക് ആവാതിരുന്നത് അപ്പോഴാണ് ഇനി ബ്ലോക്ക് ചെയ്യില്ല. ബ്ലോക്ക് ചെയ്തിട്ടില്ല, റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ഒന്നുമില്ല, അല്ല. അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. അങ്ങനെയൊന്നും ചെയ്യില്ല. എല്ലാവരുടെയും ഞാൻ ഇങ്ങനെ ചിരിച്ച് സംസാരിച്ചു പോണ കൂട്ടത്തിലാണ്. ആണ്. പക്ഷെ ബൂമർ ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ല. ബൂമർ ഇഷ്ടമല്ല. ഞാൻ എൻ്റെ എല്ലാ കുട്ടികളോടെയും പറയും ബൂമർ കഴിക്കരുത്, ബൂമർ കഴിക്കരുതെന്ന് പറയും. അടുത്ത 4ാമത്തെ ചോദ്യം. ഹൂ വാസ് ദി ഹീറോയിൻ ഓഫ് ടൊവിനോ തോമസ് ഫിലിം തീവണ്ടി? തീവണ്ടി എന്ന ടൊവിനോ തോമസിന്റെ ചിത്രത്തിലെ നായിക ആരായിരുന്നു? തീവണ്ടി. കണ്ടായിരുന്നു? സിഗരറ്റ് വലിക്കുന്ന, അത് തന്നെ, ഫുൾ ടൈം സിഗരറ്റ് വലിക്കുന്ന പടം. ക്ലൂ എന്ന് പറയുന്ന ഇപ്പം ഹൈദരാബാദിലൊക്കെയാണ് ഭയങ്കര ഫേമസ് നടിയായി, തെലുങ്ക് കന്നഡയിലൊക്കെ. അല്ലാതെ ടൊവിനോയുടെ ചിത്രത്തിലുണ്ട്, വേറെയും ചിത്രത്തിലൊക്കെ ഉണ്ട്. നീ ഹിമമഴയായി വരൂ, ഹൃദയം അണിനിരലിൽ തരൂ, അതല്ലേ? മതിയോ? അതിത്തിരി വലിയ ക്ലൂ ആയിപ്പോയി. എടേ, അവർക്കത് അവർക്ക് ആ പേര് കിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. വലിയ ക്ലൂ ആയിപ്പോയി, ഇത് ചെറിയ ക്ലൂ ആയിപ്പോയി. ഇവർക്ക് ഞാൻ നരസിംഹം പറഞ്ഞതിന് എന്നെ അടിച്ചില്ലെന്നേ ഉള്ളൂ ക്ലൂ പറഞ്ഞതിന്. ആ, എന്തായാലും ഒരു പേര് പറഞ്ഞേ. കാച്ചിക്കൂർക്കി ഒരു നായികയുടെ പേര് പറഞ്ഞേ. നിഖില വിമൽ. നിഖില വിമലിനെ അറിയാം, പക്ഷെ നിഖില വിമൽ തെറ്റുത്തരം. നിങ്ങൾക്കറിയോ? സംയുക്ത മേനോൻ. സംയുക്ത മേനോനാണ്. ആ മേനോനെ അറിയോ? അറിയായിരുന്നു, എന്നിട്ടാണ് പറയാതിരുന്നത്. അപ്പോൾ ഇനി 5ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഇതൊരു ഇമേജ് ആണ്. ഞാനൊരു പടം കാണിക്കും, അത് ഏതാണ് ആ സിനിമ എന്നുള്ളത് പറഞ്ഞേക്കണം. ആ ഒരു ഇമേജ് വച്ചിട്ട് സിനിമ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഇമേജ് ഞാനൊന്ന് ഇടാൻ പോവാണേ. ഇമേജ്. ഇത് നിങ്ങൾ കൂട്ടി എടുക്കണം, ഡീകോഡ് ചെയ്ത് എടുക്കണം. ഇത് ഒരു സിനിമ പേരാണ്. ഒരു പെൺകുട്ടി ഓടുന്നുണ്ട്, പെൺകുട്ടി വീണ്ടും ഓടുന്നുണ്ട്. ഇതൊരു ലാലേട്ടൻ ചിത്രമാണ്. മതിയോ? ക്ലൂ മതിയോ? മതി. ഫോട്ടോയിൽ തന്നെ ഒരു വലിയ ക്ലൂ ഉണ്ട്. ഫോട്ടോയിൽ ക്ലൂ ഉണ്ട്, ഫോട്ടോയിൽ ആൻസറും ഉണ്ട്. ഇതിന്റെ ഒന്ന് മൈക്കിൽ പറയാം. ഓടരുതമ്മ വാളറിയാം. ഇതില് ചേട്ടാ അല്ല, ഇതില് അമ്മാവൻ എവിടെ ചേട്ടാ? അമ്പിളി അമ്മാവനുണ്ടോ അവിടെ? അത് കഷണ്ടി കയറിയ തലയല്ല, അതൊരു വാവയുടെ ചിത്രമാണ്, അതൊരു ബേബിയാണ്. ഓടുതമ്മാവൻ മോഹൻലാലല്ല, മുകേഷാണത്. ഇത് 2 തവണ അവർ ഓടുന്ന എന്തായിരിക്കും ചേട്ടാ? ഒരു പിടിയും കിട്ടുന്നില്ല. പക്ഷെ ഓടരുതമ്മാവ ആളറിയാം, തെറ്റുത്തരമാണ്. അതിന്റെ ആൻസർ റൺ ബേബി റൺ ആണ്. അതാണ് ബേബി റൺ, ബേബി റൺ. അതാണ് പുതിയ ഇവരോട് ചോദിച്ചത് സുഗതകുമാരിയുടെ കാര്യമല്ലേ? അതുകൊണ്ടാണ്. പക്ഷെ റൺ ബേബി റൺ. സോ നമ്മുടെ 3 റൗണ്ട്സും കഴിയുമ്പോൾ യങ് ടീം കരസ്ഥമാക്കുന്നു 18 പോയിന്റ്. ആൻഡ് ഞങ്ങളുടെ ഓ ടീം കരസ്ഥമാക്കുന്നു 14 പോയിന്റ്സ്. പക്ഷേ സൂപ്പറായിട്ട് തന്നെ ചെയ്തു, പറയാതിരിക്കാൻ വയ്യ, അടിപൊളിയായിരുന്നു.
ഇനി ഞങ്ങളുടെ വിജയികൾക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ റണ്ണേഴ്സപ്പിനുള്ള ഗിഫ്റ്റ്സ് ഞങ്ങൾ നൽകാൻ പോവുകയാണ്. ആദ്യം തന്നെ ഗിഫ്റ്റ്സ് ഏറ്റുവാങ്ങാനായിട്ട് O ടീമിനെ ക്ഷണിക്കുന്നു. ഞങ്ങളുടെ O ടീമിന് ലഭിക്കുന്നത് സജ്നാസ് നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ. ഇനി നമ്മുടെ ഇന്നത്തെ വിന്നേഴ്സിനെയാണ് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. ടീം Y. ഇവർക്ക് ലഭിക്കാൻ പോകുന്ന സജ്നാസ് നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സ്, 3,000 rupees ക്യാഷ് പ്രൈസ്, മെമന്റോസ്, ഞാൻ പേഴ്സണലി ഒരുപാട് എൻജോയ് ചെയ്തൊരു എപ്പിസോഡായിരുന്നു ഇന്ന്. കാരണം 2 ടീമുകളും അത്രയും ഗംഭീരമായിട്ടുള്ള കണ്ടസ്റ്റൻസ് ആയിരുന്നു, പറയാതിരിക്കാൻ വയ്യ. മക്കളാണെങ്കിലും അതെ, അതുപോലെ തന്നെ നമ്മുടെ ചേട്ടന്മാരും ചേച്ചി എല്ലാവരും സൂപ്പറായിട്ട്, ഞങ്ങളുടെ കംപ്ലീറ്റ് ക്രൂ എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്താണ് ഞങ്ങൾ ഈ ഒരു എപ്പിസോഡ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ അങ്കത്തട്ടിൽ ഇതുപോലെ മിടുക്കരായിട്ടുള്ള ഒരുപാട് ജീവിതാനുഭവങ്ങളുള്ള ഒരുപാട് പേരെയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ലോകം മുഴുവൻ ക്രിസ്മസിൻ്റെ ഒരു സെലിബ്രേഷൻ മൂഡിലാണല്ലേ. നമ്മുടെ ഈ ഒരു വേദിയിലേക്കും ഇതാ നൃത്തം കൊണ്ട് നിങ്ങളെല്ലാവരെയും ആഘോഷിപ്പിക്കാൻ വേണ്ടി വേദിയിലെത്താൻ പോകുന്ന മലയാള സിനിമയിൽ ഉദിച്ചുയർന്നുകൊണ്ടിരിക്കുന്ന ഒരു താരം കൂടിയാണ്. ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെ ടെലിവിഷനിലൂടെയും ബിഗ് സ്ക്രീനിലൂടെയും നമുക്ക് ആളെ അടുത്തറിയാം. ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു ശ്രദ്ധ ഗൂഗുൽ. ഗബ്രിയേലിന്റെ ദർശന സാവല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണി പിറന്നല്ലോ. മകനെ പൊന്മകനെ മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ തുമ്പിട്ട് നില്ല ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും സുല്ല ഇവനെ തൊഴുവാനായി ജനത്തിരക്ക് കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും
രംഗച്ചേട്ടൻ കാണിക്കും എന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്പാൻ മെർസി. വെൽക്കം ടു മർണക്കിണർ ട്രപ്പീസും നരയും കുത്തി റിംഗ് മാസ്റ്റർ വിസിലടിച്ചാൽ പറന്നു വരും സിംഗങ്ങൾ. സർക്കസ് ആരംഭം സകലകല അഭ്യാസം സിറയിലെല്ലാം ആനന്ദം നടക്ക പോരൻ ഭൂകമ്പം. കാർണിവല് മെഗാ ഷോ തീത്തുപ്പും ഫയർ ഷോ ഇടിവെടിപ്പുക റോഡ് ഷോ ഹൗസ്ഫുൾ നൈറ്റ് ഷോ ജഗല് ജഗല് ജഗലിംഗ് സ്മഗല് സ്മഗല് സ്മഗലിംഗ് മൊത്ത ജനം കൈയടിച്ചാൽ റിംഗ് മാസ്റ്റർ സ്മൈലിംഗ്. എടാ മോനെ. സോ ലോകം മുഴുവൻ ക്രിസ്മസിൻ്റെ ആരവത്തിൽ നിൽക്കുകയാണ്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലോകത്തെ കാക്കാനായിട്ട് ഉണ്ണിയേശു പിറന്നൊരു ദിവസം കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഈ ഒരു സന്തോഷ നാളിൽ തന്നെ ഇതാ നിങ്ങൾക്ക് വേണ്ടി ഇത്രയും നല്ല കാഴ്ചകൾ ഒരുക്കാൻ പറ്റി എന്നതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങളും. അപ്പം ഇതുപോലെ തന്നെ ആവേശത്തിൽ ആഴ്ത്താൻ വേണ്ടി ഏറ്റവും നല്ല മത്സരാർത്ഥികളുമായിട്ട് ഈ ഒരു വേദിയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദ നെക്സ്റ്റ് ടൈം വി മീറ്റ്. ദിസ് ഇസ് RG Media 360 presenting YXO winding up. Gift sponsored by Chichi, The Gourmet House,